വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ വീണ്ടും ഇസ്രായേലിന്റെ ശക്തമായ വ്യോമാക്രമണം. ആക്രമണത്തിൽ 46 കുട്ടികൾ ഉൾപ്പെടെ 104 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ വെടിനിർത്തൽ കരാറിന് തകർച്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഇസ്രായേലിന് തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഖാൻ യൂനിസിൽ ഇന്ന് രാത്രിയും ഇസ്രായേൽ വ്യോമാക്രമണം നടന്നു. ഫലസ്തീൻ തടവുകാരെ സന്ദർശിക്കാനുള്ള അന്താരാഷ്ട്ര റെഡ് ക്രോസ് സംഘത്തിന് അനുമതി നിഷേധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് അറിയിച്ചു. കരാർ നിലനിർത്താൻ സാധ്യമായ എല്ലാ ശ്രമവും തുടരുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കി. ഇസ്രായേൽ 125 തവണയാണ് ഇതിനകം കരാർ ലംഘിച്ചത്. MCA നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും. നാസർ, ഇസ്രായേലിന് എന്ത് കരാർ, എന്തുടമ്പടി എന്നത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണോ? തീർച്ചയായിട്ടും തികച്ചും ഏകപക്ഷീയമായിട്ട് കരാർ ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി മുതൽ വ്യാപകമായിട്ടുള്ള ആക്രമണത്തിലേക്ക് ഇസ്രായേൽ സേന ഇറങ്ങിപ്പുറപ്പെട്ടത്. ഇന്ന് ഉച്ചവരെ മാത്രം 104 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നത്. 46 കുട്ടികളും 20 സ്ത്രീകളും ഈ 104 പേരിൽ ഉൾപ്പെടുന്നു എന്നതുകൂടി മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നത് നേരത്തെയൊക്കെ പിന്തുടർന്നു വന്നിരുന്ന അതേ വംശഹത്യ നടപടികളുടെ തുടർച്ചയാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ഘട്ടത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ മാസം 10 മുതലായിരുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഇപ്പോൾ 19ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഏതാണ്ട് 200-ലധികം പേർ കൊല്ലപ്പെട്ടത്. അല്പം മുമ്പ് ഖാൻ യൂനിസിലും അതോടൊപ്പം തന്നെ റഫയിലും ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ രാത്രി ഖാൻ യൂനിസിന് നേരെ നടന്ന ആക്രമണത്തിൽ മാത്രം 4 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള സ്ഥിരീകരണവും വന്നിരിക്കുന്നു. അതായത് ഒരു ഭാഗത്ത് വെടിനിർത്തലുമായി തങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്ന് അവകാശപ്പെടുക അല്ലെങ്കിൽ പ്രഖ്യാപിക്കുക, അതേസമയം തന്നെ ഈ കൂട്ടക്കുരുതി വംശഹത്യാ പദ്ധതി കൃത്യമായിട്ട് നടപ്പാക്കുക. ഇക്കാര്യത്തിൽ കുറ്റകരമായിട്ടുള്ള ഒരു മൗനം പാലിക്കുക മാത്രമല്ല, പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ ന്യായീകരിച്ചുകൊണ്ട്, അതായത് വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഹമാസാണ്, അതുകൊണ്ട് അത്തരം പ്രത്യാക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രതികരണം കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ എന്നത് പ്രാബല്യത്തിലുണ്ട് എങ്കിൽ പോലും അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ആക്രമണത്തിന് തങ്ങളെ പ്രേരിപ്പിച്ചത് ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരമൊരു ന്യായീകരണം പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ 28 മൃതദേഹങ്ങളിൽ 13 മൃതദേഹങ്ങൾ ഇതിനകം തന്നെ ഔദ്യോഗികമായി തന്നെ ഹമാസ് കൈമാറിയിട്ടുണ്ട്. ഇനി വളരെ ചുരുക്കം മൃതദേഹങ്ങൾ മാത്രമാണ് കൈമാറാനുള്ളത്. അത് കണ്ടെത്താനുള്ള ഒരു സമയക്രമം ഒരുപക്ഷെ സങ്കീർണതകൾ നിറഞ്ഞ ചില ശ്രമങ്ങളിലൂടെ മാത്രമേ അത് കണ്ടെത്താൻ സാധിക്കൂ എന്ന് മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും നേരത്തെ അംഗീകരിച്ച കാര്യമാണ്. എന്നിട്ടും തിരക്കിട്ട നീക്കങ്ങൾ ഈജിപ്തിന്റെ സഹായത്തോടുകൂടി, റെഡ് ക്രോസിന്റെ സഹായത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആ കാരണം പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റഫേൽ നടന്നിരിക്കുന്ന ഒരു ആക്രമണത്തിൽ വ്യാപകമായ ആക്രമണം, വ്യോമാക്രമണം, കുട്ടികളെ അടക്കം കൊലപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമണത്തെ എങ്ങനെയാണ് ഇസ്രായേലും ട്രംപും ഒക്കെ ന്യായീകരിക്കുന്നത്? തീർച്ചയായിട്ടും അതാണ് മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനിശ്ചിതത്വത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കാരണം അല്പം മുമ്പ് ഖത്തറിന്റെ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ ആക്രമണം ഏത് ഭാഗത്തു നിന്ന് നടന്നാലും അത് നിലവിലുള്ള ഒരു അവസ്ഥയിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം നീണ്ട കാലത്തെ ചർച്ചകളിലൂടെയും അതോടൊപ്പം തന്നെ ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതി ഹമാസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വെടിനിർത്തൽ കരാറിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതിന്റെ രണ്ടാം ഘട്ട നിർണായകമായ ചർച്ചകൾ നടക്കേണ്ട ഒരു സമയത്ത് തികച്ചും ഏകപക്ഷീയമായിട്ട് ഈ ആക്രമണം നടത്തുകയും അങ്ങനെ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പകുതിയിലധികം പേരും അവരെ കൊലപ്പെടുത്തുന്ന ഒരു ആക്രമണ പദ്ധതി വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് തുർക്കിയും അതോടൊപ്പം തന്നെ ഈജിപ്ത്, ഖത്തർ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷേ അമേരിക്ക ഇനി ഏത് നിലപാട് കൈക്കൊള്ളും? ഈ രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം ഇസ്രായേലിന് തങ്ങളുടെ ആ വംശഹത്യ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അമേരിക്കൻ ഭരണകൂടം തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിലേക്കായിരിക്കും അവരും പിന്തള്ളപ്പെടുന്നത്. പ്രത്യേകിച്ച് ഗസയുടെ യുദ്ധാനന്തര ഭാവി, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ വിന്യാസം ഉൾപ്പെടെ സുപ്രധാനമായിട്ടുള്ള ഘട്ടങ്ങളാണ് ഇനി അടുത്ത ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരേണ്ടത്. പക്ഷേ ഇപ്പോൾ പോലും നമ്മൾ നോക്കണം ദിവ്യ, ഈ വെടിനിർത്തൽ 19 ദിവസം പിന്നിടുന്ന ഘട്ടത്തിലും റഫ അതിർത്തി തുറക്കാനോ
അവിടേക്ക് സഹായ വസ്തുക്കൾ എത്തിക്കാനോ ഉള്ള ഒരു നീക്കങ്ങളും പോലും കാര്യമായിട്ട് ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട് റഫ അതിർത്തി തുറക്കുന്നില്ല എന്ന ചോദ്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സുരക്ഷാ സാഹചര്യം രൂപപ്പെട്ടിട്ടില്ല എന്ന ഇസ്രായേലിന്റെ ന്യായീകരണത്തെ അമേരിക്കയും പിന്തുണയ്ക്കുകയാണ്. അപ്പോൾ നിർലജ്ജമായിട്ടുള്ള ഒരു കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് പകരം ആ ജനതയ്ക്ക് മേൽ വീണ്ടും ആക്രമണം നടത്തുക, അവരെ വംശഹത്യ നടത്തുക, അവർക്കുള്ള സഹായങ്ങൾ തടയുക, അവരെ വീണ്ടും കൊലപ്പെടുത്താനുള്ള പദ്ധതികളുമായിട്ട് ഒരു രാഷ്ട്രം മുന്നോട്ട് പോകുമ്പോൾ അമേരിക്ക അതിന് പൂർണ്ണമായിട്ടും കൂടെ നിന്നുകൊണ്ട് അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം തുടരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനത്തിലേക്ക് ഗസയും ഈ മേഖലയും എത്തിച്ചേരുക എന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ദിവ്യ, ഫലസ്തീൻ തടവുകാരെയൊക്കെ സന്ദർശിക്കാനുള്ള അന്താരാഷ്ട്ര റെഡ് ക്രോസ് സംഘത്തിനും അനുമതി നിഷേധിച്ചിട്ടുണ്ട് ഇസ്രായേൽ. എന്തായിരുന്നു അങ്ങനെ ഒരു അനുമതി നിഷേധിക്കാൻ കാരണമായത്? ഇസ്രായേൽ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ അക്കാര്യത്തിൽ? ദിവ്യ, ഏതാണ്ട് നമ്മളുടെ കണക്കുകൾ പ്രകാരം 9,000-ത്തിലധികം പലസ്തീനി തടവുകാരാണ്. അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേലിന്റെ തടവറകളിൽ. അതിൽ പലരും 20-30 വർഷമായൊക്കെ തടവു ജീവിതം നയിക്കുന്നവരുണ്ട്. അവരിൽ വളരെ കുറഞ്ഞ പേരെ മാത്രമാണ് ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ട് വിട്ടയച്ചത്. അതും വിട്ടയച്ചു എന്ന് പോലും പറയാൻ പറ്റില്ല. അവരെ ഈജിപ്തിലേക്ക് നാടുകടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഒരു വിഭാഗത്തിന്റെ തടവുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതിക്രൂരമായ പീഡനങ്ങളാണ് ഈ പിന്നിട്ട് 2 വർഷങ്ങളായിട്ട് തടവുകാരിൽ ഭൂരിഭാഗവും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അന്തർദേശീയ ഇടപെടൽ വേണമെന്ന് റെഡ് ക്രോസ് ആവശ്യപ്പെടുകയും തങ്ങൾക്ക് അവരെ സന്ദർശിക്കാനുള്ള അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ ഈ റെഡ് ക്രോസിന് ഈ അനുമതി നൽകുന്നതിന് പകരം ഒരു നിലയ്ക്കും റെഡ് ക്രോസിന്റെ ഇത്തരം നീക്കങ്ങളെ തങ്ങൾ അംഗീകരിക്കുകയില്ല. അവർക്ക് ഇസ്രായേലിലേക്ക് വരാനോ തടവുകാരെ സന്ദർശിക്കാനോ ഉള്ള ഒരു അനുവാദവും നൽകുകയില്ല എന്നാണ് പ്രത്യേകമായി പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘനം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെയൊക്കെ ഖാൻ യൂനിസിൽ ഉൾപ്പെടെ വ്യാപകമായ വ്യോമാക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കുട്ടികൾ ഉൾപ്പെടെ 100-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ എന്നിട്ടും ആ ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ചെയ്യുന്നത് എന്നതാണ് സങ്കടകരമായ കാര്യം. വിവരങ്ങളാണ് MC നാസർ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക്. ഇസ്രായേൽ ആക്രമണത്തിൽ കടുത്ത പ്രതിസന്ധിയിലായ ഗസയിലേക്ക് സഹായവുമായി സൗദി. കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് റിലീഫ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് ഗസയിലേക്ക് ഭക്ഷണപ്പൊതികളും അവശ്യ സാധനങ്ങളും എത്തിക്കുന്നതെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. KS റിലീഫിന്റെ ഗസ മുനമ്പിലെ പങ്കാളി സ്ഥാപനമായ സൗദി സെന്റർ ഫോർ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് ആണ് ഈ സഹായം ഏറ്റുവാങ്ങിയത്. സിറിയയ്ക്ക് പുതിയ വഴി കാണിക്കുന്നതിൽ സൗദി അറേബ്യ മുന്നിൽ നിന്നതായി സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ. റിയാദിൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിറിയയിലെ ചരിത്രപ്രധാന സ്ഥലങ്ങൾ വികസിപ്പിക്കാൻ സൗദിയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ കരാറിൽ ഒപ്പുവെച്ചതായും അദ്ദേഹം പറഞ്ഞു. സൗദി കിരീടാവകാശിയും സമ്മേളനത്തിനിടെ സദസ്സിലേക്കെത്തി. വിവരങ്ങളുമായി വിശദാംശങ്ങളുമായി സമ്മേളന വേദിയിൽ നിന്ന് അഫ്താബ് റഹ്മാനാണ് ചേരുന്നത്. അഫ്താബ, പുതിയ ഭരണത്തിന് കീഴിൽ സിറിയ വിവിധ കരാറുകളിലൂടെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനൊക്കെ ശ്രമിക്കുകയാണല്ലോ. അപ്പോൾ സൗദി എന്തെല്ലാമാണ് സിറിയക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്? സൗദി പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇന്ന് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ പ്രധാന വേദിയിലേക്ക് എത്തിയത്. അദ്ദേഹവുമായുള്ള ഒരു സംവാദമായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ മുതലുള്ള വിവിധ കരാറുകളിലൂടെ സിറിയക്കായി പ്രത്യേക ഫണ്ടുകൾ സൗദി അറേബ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് സിറിയ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം നേരത്തെ യുദ്ധത്തിനു മുമ്പ്, ആഭ്യന്തര യുദ്ധത്തിനും ഒപ്പം തന്നെ വിദേശ ഇടപെടലിന് മുമ്പെല്ലാം വിവിധ സാംസ്കാരികമായിട്ടും ഒപ്പം തന്നെ പൈതൃകപരമായിട്ടും നിരവധി കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം കൂടിയാണ്. ആ നിലക്ക് അവിടെയുള്ള പുരാതനമായ ചരിത്ര പ്രദേശങ്ങൾ സംരക്ഷിക്കുവാൻ സൗദിയിലെ ദിരിയ ഗേറ്റ് പദ്ധതിക്ക് കീഴിൽ, അതിൻ്റെ ആ പ്രൊജക്ടിന് കീഴിൽ ആ പ്രദേശങ്ങളെല്ലാം തന്നെ വികസിപ്പിക്കുവാനുള്ളൊരു കരാർ ഇന്ന് രാവിലെ ഒപ്പുവെച്ചിരുന്നു. അതിന് തുടർച്ച എന്നോണമാണ് ഇന്ന് അഹമ്മദ് അൽ ഷാറ ഈ പരിപാടിയിലേക്ക് എത്തുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ സൗദി അറേബ്യയും സിറിയയും തമ്മിലുള്ള ബന്ധം, ഒപ്പം തന്നെ സിറിയയെ നേരത്തെ ഒറ്റപ്പെട്ടു നിന്നിരുന്ന സിറിയയെ ഒരു പൊതുമണ്ഡലത്തിൽ
മണ്ഡലത്തിലേക്കും ഒപ്പം തന്നെ മുഖ്യധാരയിലേക്കും കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സൗദി അറേബ്യ. അതിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യ അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് പശ്ചിമേഷ്യയിൽ ഒന്നാകെയുള്ള സംഘർഷഭരിതമായ അന്തരീക്ഷം അവസാനിക്കേണ്ടത് സൗദിയുടെ കൂടി ആവശ്യമാണ്. പ്രധാനമായും അതിൽ സൗദി അറേബ്യയിലേക്ക് വരുന്ന നിക്ഷേപകർ ഒപ്പം തന്നെ മേഖലയിലേക്ക് നിക്ഷേപം ആഗ്രഹിക്കുന്നവർ ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടെങ്കിലായിരിക്കും സ്വാഭാവികമായിട്ടും ഈ മേഖലയിലേക്ക് നിക്ഷേപത്തിന് ആഗ്രഹിക്കുകയുള്ളൂ. ഈ ഒരു പോളിസി സൗദി അറേബ്യ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളുമായി നേരത്തെ രാഷ്ട്രീയപരമായി പോലും ഭിന്നതയുള്ളവരുമായെല്ലാം തന്നെ സൗദി അറേബ്യ കൂടുതൽ സംഘർഷത്തിലേക്കോ മറ്റോ പോകാതെ അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് സൗഹൃദത്തിലേക്കും നിക്ഷേപ സാധ്യതകളിലേക്കും പോവുകയാണ്. അപ്പോൾ ഈ ഒരു തരത്തിലാണ് FIAയുടെ രണ്ടാം ദിനം അവസാനിക്കുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ നിക്ഷേപാന്തരീക്ഷം മേഖലയിൽ സൃഷ്ടിക്കുക, അതിനായി സിറിയയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടി സമാധാന അന്തരീക്ഷത്തിലേക്കും ഒപ്പം തന്നെ നിക്ഷേപ സാഹചര്യത്തിലേക്കും എത്തുവാനുള്ള ഒരു അവസരമാണ് ഒരുക്കാൻ പോകുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ ഈ കിരീടാവകാശി പങ്കെടുത്ത ഈ കോൺഫറൻസിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത റാക്കോ ഹോൾഡിംഗ്സിന്റെ മേധാവി റഹീം പട്ടർകടവും കൂടി ചേരുന്നുണ്ട്. സ്വാഗതം. ഇന്ന് സ്വാഭാവികമായിട്ടും എല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമാണ്. കിരീടാവകാശിയുടെ ഒരു FIയിലേക്കുള്ള ഒരു എൻട്രി നടന്ന ദിവസമാണ്. സ്വാഭാവികമായിട്ടും സിറിയ എന്ന് പറയുന്നത് നമുക്കറിയാം നിരവധി രാഷ്ട്രീയ സംഘർഷങ്ങളുണ്ട്. സൗദി അറേബ്യയെ സംബന്ധിച്ച് മേഖലയിൽ കൂടുതൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു, കൂടുതൽ നിക്ഷേപാവസരം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് ഇന്നത്തെ ഒരു FIയുടെ ഈ അവസാന നിമിഷത്തിലുണ്ടായ ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തകളോടും ഒപ്പം തന്നെ പ്രഖ്യാപനങ്ങളോടുള്ള പ്രതികരണം? രണ്ടാം ദിവസം കഴിയുമ്പോൾ ഇസ്ലാം ലൈനസിൻ്റെ പ്രസൻസും സിയൻ പ്രസിഡൻറ്റിൻ്റെ പ്രസൻസൊക്കെ ഒത്തിരി കാര്യങ്ങളാണ് ഇവിടെ അറിയാൻ സഹായിക്കുന്നത്. ഇതിൽ തന്നെ ഈ റീജിയണൽ സെക്യൂരിറ്റി, റീജിയണൽ സ്റ്റെബിലിറ്റി എന്നുള്ള സ്ഥാനത്തിലായിരുന്നു ഇന്നത്തെ ഏറ്റവും ഫോക്കസ്. സോ ഫ്യൂച്ചറിലെ ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ എത്താനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒരു ഫ്യൂച്ചർ സ്റ്റെബിലിറ്റി എന്നുള്ള കാര്യത്തിൽ ഏറ്റവും ഈ റീജിയൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിൽ സൗദി അറേബ്യ തീർച്ചയായിട്ടും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസ്പെക്റ്റീവിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി സൗദി കമ്പനി ഓൾറെഡി സിറിയയിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് സൗദി ഗവൺമെൻറ് ഇവിടുത്തെ എല്ലാ എൻറ്റിറ്റീസിന് കൊടുക്കുന്നുണ്ട്. വലിയൊരു റീസെൻറ്റ് മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കീഴിൽ സിറിയ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് സൗദിയിലുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റികളും കാര്യങ്ങളിലൊക്കെ ഈ ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവിൻ്റെ ആ ഒരു ഇയർ ഓൺ ഇയർ ക്രോസ് ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്തം പ്രായങ്ങളും. അപ്പോൾ ഈ ഒരു ദിവസത്തോടു കൂടി FIയുടെ രണ്ടാം ദിനം പൂർണ്ണമാവുകയാണ്. സിറിയയായിരുന്നു അവസാനത്തെ സെഷൻ. സിറിയയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളിൽ സൗദി അറേബ്യ ഇടപെടാൻ പോകുന്ന രീതി, ഒപ്പം തന്നെ അതിലേക്ക് കൂടുതൽ നിക്ഷേപം കൊടുക്കാൻ പോകുന്ന രീതി, ഇതെല്ലാമാണ് ചർച്ചയായത്. ഒപ്പം മേഖലയിലെ സമാധാന അന്തരീക്ഷനും ഒപ്പം തന്നെ സ്റ്റെബിലിറ്റിക്കും വേണ്ടി സൗദി അറേബ്യ നടത്തുന്ന നിരന്തര പരിശ്രമത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഇന്ന് നടന്ന അവസാന സെഷനിൽ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ ചൂണ്ടിക്കാട്ടിയത്. അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഖത്തറിലെത്തും. നാളെ ഉച്ചയ്ക്ക് പ്രവാസി വ്യാപാര വാണിജ്യ പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് നടക്കുന്ന മലയാളോത്സവം ആഘോഷ പരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് അവിടെ ഒരുക്കിയിട്ടുള്ളത്. നാളെ എന്തൊക്കെ പരിപാടികളിലും സമ്മേളനങ്ങളും ഒക്കെയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്? ഇത് പ്രധാനമായിട്ടും 3 പരിപാടികളാണ് മുഖ്യമന്ത്രിക്ക് ഖത്തറിലുള്ളത്. ഒന്ന്, ആദ്യത്തേത് 11 മണി മുതൽ ഉച്ചവരെ ഷെറാട്ടൺ ഹോട്ടലിൽ ഇവിടുത്തെ വാണിജ്യ വ്യാപാര പ്രമുഖരുമായി നടക്കുന്ന ഒരു ആശയ സംവേദനമാണ്, ഒരു കൂടിക്കാഴ്ചയാണ്. അതിനുശേഷം പ്രധാനപ്പെട്ട പരിപാടി വൈകുന്നേരം ഇവിടുത്തെ ഖത്തർ ചേംബർ ഓഫ് കൊമേഴ്സ് നടക്കുന്ന ഒരു വിരുന്നാണ്. പിന്നീട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പരിപാടി വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന മലയാളോത്സവം ആഘോഷ പരിപാടിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ മലയാളോത്സവം ആഘോഷ പരിപാടിയുടെ വേദിയിലാണ്. ഇവിടെ മുഖ്യമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഏകദേശം കസേരകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. 5000-ഓളം ആളുകളെയാണ് സംഘാടകർ മുഖ്യമന്ത്രിയുടെ പരിപാടിക്കായി പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കൂടെ സംഘാടക സമിതിയിൽ നിന്ന് ചില ആളുകൾ ചേരുന്നുണ്ട്. ഷംസീർ, എങ്ങനെയുണ്ട് ഒരുക്കങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു? ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിലെ മലയാളികൾ എല്ലാം മറന്നുകൊണ്ട്, രാഷ്ട്രീയം, ജാതി, അതിൽ ജില്ല, പ്രാദേശികം എല്ലാം മറന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു മഹോത്സവമായിട്ട് വിവിധ കലാപരിപാടികളും ഉൾപ്പെടെയുള്ള വിവിധ
അതോടുകൂടി തന്നെ വളരെ ഭംഗിയായിട്ട് നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവ്യ, മലയാള മിഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ഒരുപാട് ആളുകളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ കൂടി നമ്മുടെ കൂടെ ചേരുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഒരുക്കങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. മലയാള മിഷനും ലോ കേരള സഭയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. രണ്ടും തന്നെ ഗവൺമെൻറ് ഓഫ് കേരള കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രവാസികൾക്കായിട്ടുള്ള സംഘടന സെറ്റപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മലയാളികളും ചേർന്ന് വളരെ വലിയൊരു ഉത്സവമായിട്ട് തന്നെയാണ് ഇത് ആഘോഷിക്കുന്നത്. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരുടേതായിട്ടുള്ള തനത് കലാപരിപാടികളും 14 ജില്ലകളുടെ സ്റ്റാളുകളും ഒക്കെ ആയിട്ട് കേരളത്തിൻ്റെ ഒരു പതിപ്പ് തന്നെയാണ് ഇവിടെ ഒരുക്കുന്നത്. ഏതായാലും ദിവ്യ, 12 വർഷത്തിന് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഖത്തറിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വളരെ വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ്, അതിഗംഭീരമായി മുഖ്യമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളാണ് ഖത്തറിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ദിവ്യ, ശരി, അബ്ബാസാണ് ഒരുങ്ങൾ നൽകിയത്. നാളെയാണ് മുഖ്യമന്ത്രി ഖത്തറിലെത്തുന്നത്. അതിനായുള്ള ഒരുക്കങ്ങൾ അവിടെ തകൃതിയായി പുരോഗമിച്ചു വരികയാണ്. മറ്റു വാർത്തകളിലേക്ക്. ഒമാനിൽ മനുഷ്യക്കടത്ത് കേസുകളിൽ ഇരകളാകുന്നവരുടെ പാസ്പോർട്ടുകൾ തടഞ്ഞുവയ്ക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ കനത്ത പിഴയും തടവുമെന്ന് മുന്നറിയിപ്പ്. 1 വർഷം തടവോ 300 റിയാൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുമെന്നാണ് പബ്ലിക് പ്രോസിക്യൂഷൻ പറയുന്നത്. ഒമാനിൽ മനുഷ്യക്കടത്ത് കേസുകളിൽ ഇരകളാകുന്നവരുടെ പാസ്പോർട്ടുകൾ തടഞ്ഞുവെക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ രാജകീയ ഉത്തരവ് പ്രകാരം മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള നിയമത്തിലെ ആർട്ടിക്കിൾ 22 ലംഘനമാണെന്നും അതോറിറ്റി ചൂണ്ടിക്കാണിക്കുന്നു. 1 വർഷം വരെ തടവോ 300 റിയാൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. മനുഷ്യക്കടത്തിനെ നേരിടാനുള്ള ദേശീയ സമിതി 2025 ജൂലൈയിൽ ആരംഭിച്ച അമാൻ ക്യാമ്പയിനെ തുടർന്നാണ് വിശദീകരണം. മനുഷ്യക്കടത്ത് കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുക, പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, ഇരകളെ പിന്തുണയ്ക്കുക തുടങ്ങിയവയാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യം. ഒരു സ്ഥാപനം കുറ്റകൃത്യം ചെയ്താൽ ഉടമയ്ക്ക് കുറ്റകൃത്യത്തെക്കുറിച്ച് അറിവുണ്ടെന്ന് തെളിഞ്ഞാൽ ഇതേ ശിക്ഷകൾ നേരിടേണ്ടി വരും. 10,000 റിയാൽ മുതൽ 1 ലക്ഷം വരെ റിയാൽ പിഴ ഈടാക്കാനുമാകും. നിയമപരമായ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ 1 വർഷം വരെ പിരിച്ചുവിടാനോ താൽക്കാലികമായി നിർത്തിവെക്കാനോ കോടതികൾക്ക് ഉത്തരവിടാം. ഈ വ്യവസ്ഥ സ്ഥാപനത്തിൻ്റെ ശാഖകൾക്കും ഒരുപോലെ ബാധകമാണെന്നും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മീഡിയ 1, മസ്കത്ത്. കുവൈറ്റിൽ വ്യാജ റെസിഡൻഷ്യൽ വിലാസങ്ങൾ സൃഷ്ടിച്ച് സിവിൽ ID കാർഡുകൾ നേടിയ കേസിൽ ഒരു പ്രവാസി ഉൾപ്പെടെ 5 പേർക്ക് തടവ് ശിക്ഷ. വ്യാജരേഖ ചമയ്ക്കൽ, കൈക്കൂലി വാങ്ങൽ, ഔദ്യോഗിക രേഖകൾ വ്യാജമായി തയ്യാറാക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ശിക്ഷ. സിവിൽ ID കാർഡുകൾ കൈക്കൂലിക്ക് പകരമായി നൽകാനും വിലാസങ്ങൾ വ്യാജമായി മാറ്റാനും സംഘം ശ്രമിച്ചതായി അന്വേഷണത്തിൽ തെളിഞ്ഞു. ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി കുവൈറ്റ് ഓയിൽ കമ്പനി. 2035 ആകുമ്പോഴേക്കും പ്രതിദിനം 4 ദശലക്ഷം ബാരൽ എണ്ണ ഉൽപാദന ശേഷി കൈവരിക്കാനാണ് KOC ലക്ഷ്യമിടുന്നത്. 2030 പര്യവേഷണ ഡ്രില്ലിംഗ് പദ്ധതികൾക്ക് 1.2 ബില്യൺ കുവൈറ്റ് ദിനാർ നിക്ഷേപിക്കുമെന്ന് പര്യവേഷണ ഡ്രില്ലിംഗ് ഡെപ്യൂട്ടി CEO ഖാലിദ് അൽ മുല്ല അറിയിച്ചു. 2035 ആകുമ്പോഴേക്കും 1.5 ലക്ഷം ബാരൽ ഓഫ് ഷോർ ഉൽപാദനം ലക്ഷ്യമിട്ടതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലേക്ക് ദ്രവീകൃത പ്രകൃതിവാതകം LNGയുടെ വിതരണം വ്യാപിപ്പിച്ച് ഖത്തർ എനർജി. പ്രതിവർഷം 10 ലക്ഷം ടൺ LNG വിതരണം ചെയ്യുന്നതിനായി ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയം കോർപ്പറേഷനുമായി ഖത്തർ എനർജി 17 വർഷത്തെ കരാറിൽ ഒപ്പുവച്ചു. 2026 മുതൽ ഇന്ത്യയിലേക്കുള്ള വിതരണം ആരംഭിക്കും. ഇന്ത്യയുമായുള്ള പങ്കാളിത്തം വിപുലീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഖത്തർ എനർജി CEO സാദ് ഷരീദ അൽ കബി പറഞ്ഞു. ഒമാനിലെ ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് 3ാം ഘട്ടം ജനുവരി 1 നീട്ടി. ഇതനുസരിച്ച് ജനുവരി മുതൽ ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് ഇല്ലാത്ത ശീതളപാനീയങ്ങൾ ഒമാനിൽ വിൽക്കാനോ വിതരണം ചെയ്യാനോ പാടില്ല. നേരത്തെ ഇത് നവംബർ 1 മുതൽ നടപ്പിലാക്കുമെന്നായിരുന്നു നികുതി അതോറിറ്റി അറിയിച്ചിരുന്നത്. ഇറക്കുമതിക്കാർക്കും നിർമ്മാതാക്കൾക്കും വ്യാപാരികൾക്കും TDS ആവശ്യകതകൾ പൂർണ്ണമായി പാലിക്കുന്നതിന് അധിക സമയം നൽകുന്നതിനാണ് തീയതി നീട്ടിയത്. പുതിയ സമയപരിധിക്ക് മുമ്പ് ഈ വിഭാഗത്തിൽപ്പെടുന്ന ശീതളപാനീയങ്ങളിൽ അംഗീകൃത ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കണം. 2026 ജനുവരി 1 മുതൽ സ്റ്റാമ്പില്ലാതെ ഏതെങ്കിലും എക്സൈസ് ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പന, വിതരണം അല്ലെങ്കിൽ പ്രചരണം ഒമാനിൽ കർശനമായി നിരോധിക്കുമെന്ന് അതോറിറ്റി അറിയിക്കുന്നുണ്ട്. സോഫ്റ്റ് ഡ്രിങ്കുകൾ, എനർജി ഡ്രിങ്കുകൾ, മറ്റ് എക്സൈസ് പാനീയങ്ങൾക്കും ഇത് ബാധകമാണ്. നിയമലംഘനങ്ങൾ തടയുന്നതിനും നികുതി പിരിവ് സംവിധാനങ്ങൾ മെച്ചപ്പെടുന്നതിനും നിയമവിരുദ്ധമായ വസ്തുക്കളിൽ നിന്ന് വിപണിയെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് സംരംഭം. 2019 മധ്യത്തിലാണ് രാജ്യത്ത് എക്സൈസ് നികുതി നിയമം പ്രാബല്യത്തിൽ വന്നത്. ആദ്യം സിഗരറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഈ പദ്ധതി പിന്നീട് ശീശ, തമ്പാക്കുൽപ്പന്നങ്ങൾ എന്നിവയിലേക്കും വ്യാപിപ്പിച്ചു.
പിന്നീടാണ് കാർബണേറ്റ് പാനീയങ്ങൾ, എനർജി ഡ്രിങ്ക്സ് തുടങ്ങിയവയിലേക്കും ഡിജിറ്റൽ ടാഗ് നിർബന്ധമാക്കാൻ തീരുമാനിച്ചത്. മീഡിയ 1, മസ്കത്ത്. ഒമാനിൽ വൻകിട ടൂറിസം പദ്ധതികളുമായി അധികൃതർ. 2025 ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ഒമാൻ സുൽത്താനേറ്റിലെ വിവിധ ഗവർണറേറ്റുകളിലായി 10 കോടി റിയാൽ മൂല്യമുള്ള 36 ഉപഭോഗ കരാറുകളിൽ ഒപ്പിട്ടതായി പൈതൃക ടൂറിസം മന്ത്രാലയം അറിയിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിൽ 4 കരാറുകളാണ് ഒപ്പുവച്ചത്. ദാഖ്ലിയ ഗവർണറേറ്റിൽ 10 കരാറുകളുമുണ്ട്. കൗമാര ലോകകപ്പിന് ഖത്തറിൽ പന്തുരുളാൻ ഇനി 4 നാൾ. അർജന്റീനയടക്കമുള്ള ടീമുകൾ ദോഹയിലെത്തി. ടൂർണമെന്റിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു. നവംബർ 3 മുതൽ 27 വരെയാണ് അണ്ടർ 17 ലോകകപ്പ് അരങ്ങേറുക. പ്രാഥമിക ഘട്ടത്തിൽ ഒരു ദിവസം 8 മത്സരങ്ങളാണ് ആസ്പെയർ സോണിലെ വിവിധ സ്റ്റേഡിയങ്ങളിൽ നടക്കുന്നത്. ടൂർണമെന്റിനായി ലോക ഫുട്ബോളിലെ അധികായരായ അർജന്റീന, കോസ്റ്റാറിക്ക, ആസ്ട്രിയ ടീമുകൾ ദോഹയിലെത്തി. കൗമാര താരങ്ങളെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. കാൽപന്തിൻ്റെ ലോകോത്തര അനുഭവം പ്രദാനം ചെയ്യുന്നതാകും ടൂർണമെൻ്റെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഫാൻ സോണുകൾ, വോളണ്ടിയർമാർ തുടങ്ങി ടൂർണമെന്റിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇന്ത്യക്കാർ അടക്കം എല്ലാ ആരാധകരെയും കുടുംബസമേതം മത്സരം കാണാൻ ക്ഷണിക്കുന്നതായി സംഘാടകർ പറഞ്ഞു. Presence of the Indian fans was very huge in last World Cup. Then what is the measure you have taken for the Indian fans, especially a large diaspora of Indian communities here in Qatar? Yeah, actually it's a pleasure to have a big number of of Indian here in Doha. They are part of course of any success, also from any tournaments that we are hosting, and they are welcome. Like, I don't want to specify any nationalities, but everyone is welcome to this tournament. Any special message to Indian fans, because the Indian fans are very crazy? I think it's a good opportunity and it's a nice experience that they will enjoy. It's a different type of event, so they can come as a families with their kids to enjoy it's like a festival, and I will highly recommend so they come and they enjoy their time here. ലോകകപ്പിൻ്റെ ഗംഭീരമായ വിജയത്തിന് ശേഷം കൗമാര കാൽപന്തുത്സവത്തിൻ്റെ ആഘോഷത്തിലേക്ക് കൂടി കടക്കുകയാണ് ഖത്തർ. ദോഹയിൽ നിന്ന് അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. വീണ്ടും ഒരു തകർപ്പൻ ഫുട്ബോൾ സീസണിന് തുടക്കം കുറിക്കുകയാണ് റിയാദിൽ മീഡിയ 1. റിയാദ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിച്ചുള്ള സൂപ്പർ കപ്പിന് രാത്രി 10-നാണ് കിക്ക് ഓഫ്. 11 ഫോർമാറ്റിലുള്ള മത്സരത്തിൽ റിയാദിലെ 8 ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. സിറ്റി ഫ്ലവർ ടൈറ്റിൽ സ്പോൺസറായ മീഡിയ 1 സൂപ്പർ കപ്പിന് റിയാദിലെ ഫുട്ബോൾ പ്രേമികൾ ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ രാത്രി 10-നാണ് കിക്ക് ഓഫ്. സൂപ്പർ കപ്പിന്റെ റിയാദിലെ 3ാമത്തെ എഡിഷനാണിത്. 8 ടീമുകളും 7 മത്സരങ്ങളും 100-ലധികം ഫുട്ബോൾ താരങ്ങളും അണിനിരക്കും. 4ാമത് സീസൺ 11 ഫോർമാറ്റിലാണ്. നോക്കൌട്ട് അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ. റിയാദിലെ മികച്ച കാലാവസ്ഥയിൽ കളിക്കാർക്ക് മികച്ച കളി പുറത്തെടുക്കാനും കാണികൾക്ക് നല്ല രീതിയിൽ ഫുട്ബോൾ ആസ്വദിക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷ. ദുറത്ത് മലാബ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. മീഡിയ 1 സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് സൗദിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു ജനകീയ ഫുട്ബോൾ ടൂർണമെന്റായി മാറി എന്നത് ഇനി പറയേണ്ടതില്ല. അതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണനകളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്ത രൂപത്തിൽ തന്നെ സൗദി പ്രവാസികൾക്കിടയിൽ മീഡിയ 1 സൂപ്പർ കപ്പ് അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ച ജിദ്ദയിൽ നടന്ന സൂപ്പർ കപ്പ്. ഒളിമ്പിക് വില്ലേജ് നിറഞ്ഞു കവിഞ്ഞ് അവസാനം കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അത് മാറി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന സംഗതിയാണ്. പ്രവാസി സ്പോർട്ടിംഗ്, ലാന്റേൺ, ബ്ലാസ്റ്റേഴ്സ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിയാദ്, യൂത്ത് ഇന്ത്യ, സിലൈ FC, റിയൽ കേരള, റോയൽ ഫോക്കസ് ലൈൻ എന്നിവരാണ് മാറ്റുരയ്ക്കുക. നാട്ടിൽ നിന്നും സൗദിയിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും 11 ഫോർമാറ്റിലെ ആവേശ മത്സരം കാണാൻ താരങ്ങളെത്തും. അതിഥി കളിക്കാരെ അണിനിരത്തി പോർമുഖം ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ടീം മാനേജ്മെന്റുകൾ. മീഡിയ 1 റിയാദ്. ബഹ്റൈനിൽ നടക്കുന്ന ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് 4ാം സ്വർണം. വനിതാ ഫ്രീ സ്റ്റൈൽ ഗുസ്തി 61 കിലോ വിഭാഗത്തിൽ യഷിതയാണ് സ്വർണം നേടിയത്. ഫൈനലിൽ കസാഖിസ്ഥാന്റെ സെയ്ദാർ മുഖാദിനെ 5-5 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് യാഷിത ഇന്ത്യയുടെ 4ാം സ്വർണം സ്വന്തമാക്കിയത്. ഭാരോദ്വഹനത്തിൽ പ്രീതി സ്മിത ഭോയ് നേടിയ സ്വർണത്തിന് ശേഷം ഗെയിംസിൽ ഒരു വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യ നേടുന്ന 2ാമത്തെ സ്വർണമാണിത്. 4 സ്വർണം, 10 വെള്ളി, 13 വെങ്കലം ഉൾപ്പെടെ ഏഷ്യൻ യൂത്ത് ഗെയിംസിലെ
ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 27. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആദ്യമായി മെഡൽ സ്വന്തമാക്കിയ പ്രവാസി വിദ്യാർത്ഥി സ്വാനിക് ജോഷ്രിക്ക് സ്കൂളിൽ വീരോചിത വരവേൽപ്പ്. വെള്ളി മെഡൽ നേടി തിരിച്ചെത്തിയ സ്വാനിക്കിന് അബുദാബി മോഡൽ സ്കൂളിൽ ഗംഭീര സ്വീകരണമാണ് അധ്യാപകരും സഹപാഠികളും ഒരുക്കിയത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ UAE കേരള സിലബസ് സ്കൂളുകൾക്ക് വേണ്ടി പോരാടിയാണ് സ്വാനിക് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. സബ് ജൂനിയർ 100 മീറ്റർ ഓട്ടത്തിൽ 2ാം സ്ഥാനം നേടി തിരിച്ചെത്തിയ സ്വാനിക് ജോഷയെ സ്കൂളിൻ്റെ കവാടം മുതൽ മാർച്ച് പാസ്റ്റോടെ സഹപാഠികൾ വരവേറ്റു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അബുദാബി മോഡൽ സ്കൂളിൽ നിന്ന് പങ്കെടുത്ത 18 വിദ്യാർത്ഥികൾക്കും സ്കൂൾ അധികൃതർ പൂച്ചെണ്ടും മൊമൻറ്റോയും കൈമാറി. സ്വാനിക്കിൻ്റെ പിതാവ് സന്തോഷ് കുമാർ, കോച്ച് ചന്ദ്രൻ എന്നിവരെ യോഗത്തിൽ അഭിനന്ദിച്ചു. പ്രിൻസിപ്പൽ IJ നസാരി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ റഷീദ്, ഹെഡ് ഓഫ് സെക്ഷൻ മുഹമ്മദ് റഫീഖ്, സൂപ്പർവൈസർ ഹമീദ് സുൽത്താൻ എന്നിവർ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേരളത്തിൻ്റെ 14 ജില്ലകൾക്കൊപ്പം 15ാമത്തെ ജില്ലയായാണ് UAE കായികമേളയിൽ മത്സരിച്ചത്. മീഡിയ 1 അബുദാബി. വൻകിട പദ്ധതികളുടെ പൂർത്തീകരണത്തിൽ കാലതാമസം നേരിടാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് നിക്ഷേപം മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സൗദി അറേബ്യ. ഇതിന്റെ ഭാഗമായി ലോജിസ്റ്റിക്സ്, ഖനനം, മതകാര്യ, ടൂറിസം മേഖലയിലേക്ക് സൗദിയിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് കൂടുതൽ ശ്രദ്ധ ചെലുത്തും. സൗദിയിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ ഇതുമായി ബന്ധപ്പെട്ട കരാറുകൾ നാളെ ഒപ്പുവയ്ക്കും. കായിക മേഖലയിലേക്ക് കൂടി സൗദി കൂടുതൽ ഫണ്ട് നൽകുന്ന സാഹചര്യത്തിലാണ് ഇതര മേഖലയിലേക്കുള്ള പണം നീക്കിവെക്കുന്നതിൽ മാറ്റം വരുത്തുന്നത്. മീഡിയ 1 മാധ്യമ പങ്കാളിയായ റിയാദിലെ FII വേദിയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അഫ്താബ്, വികസനമാണ് സൗദിയും ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഏതൊക്കെ മേഖലകളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പോകുന്നത്? സൗദി അറേബ്യയുടെ പലവിധ പദ്ധതികളിലും നേരത്തെ തന്നെ കാലതാമസം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് സൗദിയുടെ ധനകാര്യമന്ത്രി തന്നെ അറിയിച്ചിരുന്നതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം രാജ്യത്തിന്റെ ഫോക്കസ് പ്രധാനമായും ഇപ്പോൾ കായിക മേഖലയിലെ ഇവന്റുകളിലേക്കാണ്. എന്നാൽ ഇപ്പോൾ തന്നെ സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട നിർണായകമായ പ്രഖ്യാപനങ്ങളിൽ അതിൽ വന്നിട്ടുള്ള വൻകിട പദ്ധതികളിലെല്ലാം തന്നെ കാലതാമസം ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൗദിയിലെ തന്നെ വിവിധ സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും ഇന്ന് വിവിധ ചർച്ചകളിലായി വന്നിട്ടുണ്ട്. അതിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗദി അറേബ്യയുടെ എണ്ണ ഇതര മേഖലകളുടെ വരുമാനം കൂടുതലായും എത്തിക്കുന്നത് രാജ്യത്തെ സോവറിൻ വെൽത്ത് ഫണ്ടായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലാണ്. ഈ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലുള്ള പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ കാര്യമായും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നായിരുന്നു. എന്നാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് വരുന്ന വൻകിട പദ്ധതികൾക്ക് ഒരേ സമയം ഒന്നിച്ച് പണമിറക്കുന്ന സാഹചര്യം ഉണ്ടായതിനാൽ സ്വാഭാവികമായിട്ടും പല പദ്ധതികളിലും കാലതാമസം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, വൻകിട കായിക ഇവന്റുകൾ സൗദി അറേബ്യയിലേക്ക് വരാനിരിക്കുകയാണ്. ഇതിലേക്കും ഒരേ സമയം തന്നെ പണമിറക്കേണ്ട സാഹചര്യം രാജ്യത്തിന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റു പദ്ധതികളെക്കാൾ മുൻഗണന കായിക മേഖലയിലെ ഇവന്റുകൾക്ക് കൊടുക്കുവാനാണ് സൗദി അറേബ്യ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട വെല്ലുവിളി സ്വാഭാവികമായിട്ടും ഫണ്ടിംഗ് തന്നെയായിരിക്കും. ഈ ഫണ്ടിങ്ങിന് മറ്റു ഇതര മാർഗങ്ങളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും സൗദിയിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ലക്ഷ്യമിടുന്നത്. അതിൽ തന്നെ കൃത്യമായും എടുത്തു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ചർച്ചകളിൽ വന്നത് ഇതര മാർഗങ്ങളായ ലോജിസ്റ്റിക്സ് ഉൾപ്പെടെയുള്ള മേഖലകൾ കൂടുതൽ സജീവമാക്കി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അതുവഴി കൂടുതൽ പണം കണ്ടെത്തുമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല റിലീജിയസ് ടൂറിസമാണ്. എന്ന് വെച്ചാൽ മക്ക മദീന ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട പുണ്യകേന്ദ്രങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അതോടനുബന്ധിച്ച് രാജ്യത്തെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ഉംറക്കും ഹജ്ജിനുമായി എത്തുന്ന സഞ്ചാരികളെയും തീർത്ഥാടകരെയും എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി PIF-ന് കീഴിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന് ഖനന മേഖലയാണ്. ഇങ്ങനെ വൈവിധ്യമാർന്ന മേഖലയിൽ നിന്ന്, അതായത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നും വരുമാനം കുറയുകയാണെങ്കിൽ മറ്റു ആൾട്ടർനേറ്റീവ് വഴികളിലൂടെ പണം ഖജനാവിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൗദിയുടെ എണ്ണ ഇതര മേഖലയിൽ നിന്നുമുള്ള വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള സൗദി അറേബ്യയുടെ സോവറിൻ വെൽത്ത് ഫണ്ട് കൂടിയാണ് PIF എന്നറിയപ്പെടുന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലാണ് സൗദിയിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ അവസാന ദിനമാണ്. നാളെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തതയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, കരാറുകൾ ഉണ്ടാകും. നാളത്തെ ദിവസത്തെ പ്രത്യേകത ഡീൽസ് ഡേ എന്ന പേരിലാണ് അറിയപ്പെടുക. ഈ FII-യിൽ വിവിധ കമ്പനികൾ സൗദി അറേബ്യയിലേക്ക് വിവിധ പദ്ധതികളിലേക്കും മേഖലയിലേക്കും എത്തുമ്പോൾ അതിന്റെ കരാർ പ്രഖ്യാപനങ്ങളാണ് നാളെ സംഭവിക്കുക. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ നാളെ നമുക്ക് നൽകാനായേക്കും. എന്തായാലും മീഡിയ 1 മാധ്യമ പങ്കാളിയായ FII വേദിയിലാണ് നാളെ സൗദി വിവിധ കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ പോകുന്നത്. വിവരങ്ങളാണ് അഫ്താബ് റഹ്മാൻ നൽകിയത്.
സൗദിയിലെ വിദേശ നിക്ഷേപം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി സൗദി നിക്ഷേപ മന്ത്രി ഖാലിദ് അൽ ഫാലിഹ് പറഞ്ഞു. നിക്ഷേപത്തിന്റെ 90% എണ്ണ ഇതര മേഖലയിലാണ്. സൗദി ബജറ്റ് ചെലവുകളുടെ 40% എണ്ണ ഇതര മേഖലയിൽ നിന്നുള്ള വരുമാനമാണെന്നും മന്ത്രി വ്യക്തമാക്കി. റിയാദിൽ നടക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ 9ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു നിക്ഷേപ മന്ത്രി ഖാലിദ് അൽ ഫാലിഹ്. രാജ്യത്തെ വിദേശ നിക്ഷേപം 4 ഇരട്ടിയായി വർദ്ധിച്ചു. നിക്ഷേപത്തിന്റെ 90% എണ്ണ ഇതര മേഖലയിൽ നിന്നാണ്. സൗദി ബജറ്റിന്റെയും ചെലവുകളുടെയും 40% എണ്ണ ഇതര വരുമാനത്തിൽ നിന്നാണ് ലഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇനി എണ്ണയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വ്യവസായം, സാങ്കേതികവിദ്യ, ടൂറിസം, സംരംഭകത്വം, ഡീപ് ടെക്, വെഞ്ചർ ക്യാപിറ്റൽ എന്നീ മേഖലകളിലെ ദ്രുതഗതിയിലുള്ള വളർച്ചയും പുരോഗതിയുമാണ് ഇതിന് കാരണമെന്നും മന്ത്രി വിശദീകരിച്ചു. സർക്കാർ സ്വകാര്യ മേഖലകളിലെ പങ്കാളിത്തം ശക്തമാക്കി. തൊഴിലില്ലായ്മ നിരക്ക് പകുതിയായി കുറക്കുകയും തൊഴിൽ വിപണിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്തത് പ്രധാന നേട്ടമാണെന്നും മന്ത്രി പറഞ്ഞു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് ഏജൻസിയായ ബാർക്കുമായി ബന്ധം വിച്ഛേദിച്ച് മീഡിയ 1. ബാർക്ക് കണക്കുകളെക്കുറിച്ച് മീഡിയ 1 ഉന്നയിച്ച സംശയങ്ങൾക്ക് വിശ്വാസയോഗ്യമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം. മീഡിയ 1ന്റെ ഉയർന്ന പ്രേക്ഷക പിന്തുണ റേറ്റിംഗിൽ പ്രതിഫലിക്കാത്തത് കൃത്യമായി വിശദീകരിക്കാൻ ബാർക്ക് അധികൃതർക്കായില്ല. വിശ്വാസ്യത പൂർണ്ണമായി നഷ്ടപ്പെട്ടതോടെയാണ് ബാർക്കിൽ നിന്ന് പിന്മാറാനുള്ള മീഡിയ 1 തീരുമാനം. റേറ്റിംഗ് കണക്കാക്കാനെടുക്കുന്ന തീരെ ചെറിയ സാമ്പിൾ സൈസും മീറ്ററുകളുടെ അശാസ്ത്രീയ വിന്യാസവുമാണ് ബാർക്കിന്റെ പ്രധാന പ്രശ്നം. ആകെയുള്ള 86 ലക്ഷം ടിവികളിൽ ബാർക്ക് മീറ്റർ ഉള്ളത് 1500-ൽ താഴെ മാത്രം ഇടങ്ങളിൽ. അതുപോലും കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളെയോ ജനവിഭാഗങ്ങളെയോ ആനുപാതികമായി ഉൾക്കൊള്ളുന്ന തരത്തിലല്ല. മാത്രമല്ല, ഈ മീറ്ററുകൾ പുറമേ നിന്ന് നിയന്ത്രിക്കാനും കൃത്രിമം കാണിക്കാനും കഴിയുമെന്ന ആരോപണവുമുണ്ട്. അർണബിനെതിരായ കേസ് ഉദാഹരണം. കോടികൾ വാരിയെറിഞ്ഞ് ലാൻഡിംഗ് പേജ് സെറ്റ് ചെയ്യുന്നത് മറ്റൊരു പ്രശ്നം. ബാർക്കിന്റെ കണക്കുകൾ അപ്പാടെ നിരാകരിക്കുന്നതാണ് ഓരോ ആഴ്ചയിലെയും ഡിജിറ്റൽ വഴിയുള്ള വ്യൂവർഷിപ്പ്. മലയാള ചാനലുകളുടെ ലൈവ് യൂട്യൂബ് കാഴ്ചക്കാരിലും നോൺ ലൈവ് കാഴ്ചക്കാരിലും എപ്പോഴും മുൻനിരയിലാണ് മീഡിയ 1. കഴിഞ്ഞയാഴ്ചയിൽ മാത്രം ആകെ 3,62,50,000 കാഴ്ചക്കാർ. എന്നാൽ ബാർക്കിന്റെ പട്ടികയിൽ ഇതിന്റെ അടുത്തുപോലും വരുന്ന സ്ഥാനമില്ല. ഏതൊരാൾക്കും ഒറ്റനോട്ടത്തിൽ ബോധ്യം വരുന്ന ഈ അപാകം പരിഹരിക്കാൻ ബാർക്ക് തയ്യാറാകുന്നുമില്ല. ഡിജിറ്റലിൽ ഞങ്ങൾ 1ാം സ്ഥാനത്തായിരിക്കുമ്പോൾ ബാർക്കിൽ 10ാം സ്ഥാനത്തായിരിക്കുന്ന ഈ പരിപാടിയുടെ പേരാണ് വഞ്ചന. ഇങ്ങനെ പ്രേക്ഷകരുടെ തിരഞ്ഞെടുപ്പിനെ അതീവ രഹസ്യമായി നിഗൂഢമായി അട്ടിമറിക്കുന്ന പരിപാടിയാണ് ബാർക്ക്. ബാർക്കിന്റെ കണക്കെടുപ്പിലെ അപാകങ്ങളെക്കുറിച്ചുള്ള പരാതികൾ അതേ പ്ലാറ്റ്ഫോമിൽ നേരിട്ടും മെയിൽ വഴിയും മീഡിയ 1 നിരന്തരം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഗുണകരമായ മാറ്റമുണ്ടാകും വിധമുള്ള നടപടി ബാർക്കിൽ നിന്ന് ഉണ്ടായിട്ടില്ല. വീണ്ടും വീണ്ടും മെയിൽ അയച്ച് കാത്തിരിക്കുക എന്നത് അർത്ഥശൂന്യമാണ്. അതിനാൽ ഒരു കാര്യം പ്രേക്ഷകരെ അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത്: മീഡിയ 1 ബാർക്കുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണ്. NDTVക്ക് ശേഷം ബാർക്ക് ഉപേക്ഷിക്കുന്ന 2ാമത്തെ ഇന്ത്യൻ വാർത്താ ചാനലാണ് മീഡിയ 1. ആധികാരികതയും വിശ്വാസ്യതയും വീണ്ടെടുക്കും വരെ ബാർക്കിന്റെ കൊട്ടക്കണക്കുകൾ വേണ്ട. നേരിന്റെ വഴിയിൽ അതിശക്തമായ പ്രേക്ഷക പിന്തുണയോടെ ഞങ്ങൾ ഇവിടെ തുടരും. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. ഒമാന്റെ രാത്രികൾക്കിപ്പോൾ തണുപ്പാണ്. സുഖമുള്ള കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ കലയും സ്പോർട്സും ഇഴചേർത്ത് ഫെസ്റ്റുകൾ ഒരുക്കുന്ന തിരക്കിലാണ് കൂട്ടായ്മകൾ. മസ്കറ്റിലെ ആമിറാത്ത് പബ്ലിക് പാർക്കിൽ നടന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിനെത്തിയത് 10,000-ങ്ങളാണ്. ഒമാൻ പതുക്കെ തണുപ്പിലേക്ക് മാറിത്തുടങ്ങിയതോടെ കൂട്ടായ്മകളുടെ ഫെസ്റ്റുകളും ടൂർണമെൻറ്റുകളും സജീവമാണ്. മസ്കത്തിന് ആഘോഷരാവുകൾ സമ്മാനിച്ചാണ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിങ്ങിൻ്റെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റ് നടന്നത്. 10,000-ങ്ങളാണ് ആമിറാത്തിലെ ഫെസ്റ്റിവൽ നഗരിയിലേക്ക് ഒഴുകിയെത്തിയത്. ഫെസ്റ്റിൻ്റെ മുഖ്യ ആകർഷണം ഇന്ത്യൻ ഒമാനി കലാപ്രകടനങ്ങളായിരുന്നു. ഒമാനി തനത് കലാപ്രകടനങ്ങൾ വലിയ ആവേശത്തോടെ ആസ്വദിക്കുന്ന ഇന്ത്യൻ സമൂഹത്തെ ആമിറാത്തിൽ കാണാമായിരുന്നു. എനിക്ക്
എനിക്ക് തോന്നുന്നു ഒമാനിൽ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ഒരു ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് തന്നെ പറയാം. ആസ് എ വോളണ്ടിയർ ഐ ആം വെരി ഹാപ്പി. എനിക്ക് തോന്നുന്നു ഒമാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു കേരളീയോത്സവം ഇന്ന് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം നടത്തിയ ഇന്നത്തെ ICF ആണ്. 2025 ഏടുകളിൽ എഴുതപ്പെടേണ്ടിയിരിക്കുന്നു. നാട്ടിലെ ഉത്സവപ്പറമ്പുകൾക്ക് സമാനമായിരുന്നു ആമിറാത്തിലെ ഫെസ്റ്റിവൽ നഗരി. ഭക്ഷണ, പുസ്തക, വസ്ത്ര സ്റ്റാളുകൾ തുടങ്ങി നിരവധി പവലിയനുകൾ. ഇവിടെ ചുറ്റിക്കറങ്ങി ഭക്ഷണം ആസ്വദിച്ചും വിവിധ ഗെയിംസിൽ പങ്കെടുത്തും കുടുംബങ്ങളുടെ കൂട്ടമായുള്ള നടത്തം നാടിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയതാണ് ഫെസ്റ്റിൻ്റെ മാറ്റുകൂട്ടിയ മറ്റൊന്ന്. 1/4 നൂറ്റാണ്ടിന് ശേഷം ഒമാനിലെത്തുന്ന കേരള മുഖ്യമന്ത്രിയെ ആവേശത്തോടെയാണ് ഒമാനിലെ മലയാളികൾ വരവേറ്റത്. പിന്നെ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്ന എല്ലാ അടിപൊളി പരിപാടികളാണ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ സഖാവെല്ലാം പിണറായി സഖാവെല്ലാം വന്നുകൊണ്ട് നല്ല ഇതായിട്ട് അങ്ങനെ പോയി. ഒമാനിലെ ഇനിയുള്ള രാവുകൾ ആഘോഷത്തിൻ്റെതായിരിക്കും. തണുത്ത രാത്രികളെ കലയും സ്പോർട്സും ഇഴചേർത്ത് ഫെസ്റ്റുകൾ ഒരുക്കും. കുടുംബങ്ങൾ കുട്ടികളെ കൂട്ടി മൈതാനങ്ങളിലേക്കും പാർക്കുകളിലേക്കും ഒഴുകിയെത്തും. സ്വദേശികൾക്കും വിദേശികൾക്കും ഇത് പകലിൻ്റെ ജോലി തിരക്കുകളിൽ നിന്ന് മനസ്സ് ശാന്തമാക്കാൻ സഹായിക്കുന്ന രാത്രികളാണ്. മീഡിയ 1 മസ്കത്ത്. വിമാനയാത്രയിൽ ഹൃദയാഘാതം അനുഭവപ്പെട്ട യാത്രക്കാരനെ രക്ഷപ്പെടുത്തി 2 മലയാളി നഴ്സുമാർ. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട എയർ അറേബ്യ വിമാനത്തിലാണ് സംഭവം. ഇവരുടെ അടിയന്തര ഇടപെടലാണ് 34-കാരനായ തൃശൂർ സ്വദേശിയുടെ ജീവൻ രക്ഷിച്ചത്. UAE-യിൽ പുതിയ ജോലിക്ക് ചേരാൻ ജീവിതത്തിലെ ആദ്യ വിമാനയാത്രയിലായിരുന്നു നഴ്സുമാരായ വയനാട് സ്വദേശി അഭിജിത്തും ചെങ്ങന്നൂർക്കാരൻ അജീഷും. പുലർച്ചെ 5:30 പുറപ്പെട്ട വിമാനത്തിലെ യാത്രക്കാരെല്ലാം അപ്പോൾ ഉറക്കത്തിലായിരുന്നു. ഏതാണ്ട് 35,000 അടി ഉയരത്തിൽ വിമാനം എത്തിയപ്പോഴാണ് പിറകിലെ സീറ്റിൽ നിന്ന് യാത്രക്കാരിൽ ഒരാൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ശബ്ദം അഭിജിത്ത് കേട്ടത്. അന്ന് പുറകിന്നൊരു പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പം തൊട്ട് പുറകിരിക്കുന്ന ആള് ഗ്യാസ്പിംഗ് ആണ്. പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കി പൾസ് നോക്കുമ്പോൾ പൾസ് കിട്ടുന്നില്ല. പേഷ്യൻ്റെ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്തു. എനിക്ക് മനസ്സിലായി പേഷ്യൻ്റെ കാർഡിയക് അറസ്റ്റിലേക്കാണ് പോകുന്നതെന്ന്. പെട്ടെന്ന് തന്നെ പേഷ്യൻ്റ് ആ സീറ്റിലേക്ക് തന്നെ കിടത്തിയിട്ട് ചെസ്റ്റ് കംപ്രഷൻ തുടങ്ങുക ചെയ്തത്. കുറച്ച് സീറ്റുകൾ അകലെയായിരുന്ന അജീഷും ബഹളം കേട്ട് ഓടിയെത്തി. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അഭിജിത്ത് CPR സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു, ക്രൗഡഡ് ആയിരുന്നു. അപ്പം പാനിക് ആവണ്ടെന്നുള്ള കാര്യം സംസാരിച്ചു. തുടർന്ന് 2 സൈക്കിൾ ഓഫ് CPR കഴിഞ്ഞപ്പോൾ തന്നെ പേഷ്യൻ്റ് ഹോസ്കച്ച് ചെയ്തായിരുന്നു, പൾസ് ചെക്ക് ചെയ്തു. യാത്രക്കാരിൽ ഒരാളായ ഡോക്ടർ ആരിഫ് അബ്ദുൽ ഖാദറും ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. രോഗിയെ പരിചരിച്ച് ഇവർ IV ഫ്ലൂയിഡുകൾ നൽകി. വിമാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി രോഗിയെ നിരീക്ഷിച്ചു. വിമാനം അബുദാബിയിൽ ഇറങ്ങിയപ്പോൾ രോഗിയെ മെഡിക്കൽ സംഘത്തിന് കൈമാറി. ഓൺസൈറ്റ് മെഡിക്കൽ സേവനം നൽകുന്ന RPM അഥവാ റെസ്പോൺസ് പ്ലസ് മെഡിക്കലിൽ ജോലിക്ക് ചേരാനാണ് ഇവർ നാട്ടിൽ നിന്ന് പുറപ്പെട്ടത്. എന്നാൽ വിമാനത്തിൽ തങ്ങളൊരു ദൗത്യം നിർവഹിച്ച വിവരം ഇവർ ആരോടും പറഞ്ഞിരുന്നില്ല. ഇതേ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ബ്രിറ്റാൻഡോ എന്ന സഹയാത്രികനാണ് ഈ വിവരം പുറത്തറിയിച്ചത്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട മാനേജ്മെന്റ് അടിയന്തര ഘട്ടത്തിലെ പ്രൊഫഷണലിസത്തിനും സമചിത്തതയ്ക്കും സർട്ടിഫിക്കറ്റ് നൽകി ഈ നഴ്സുമാരെ ആദരിച്ചു. മീഡിയ 1 അബുദാബി. ബഹ്റൈനിൽ നഴ്സിംഗ് മിഡ്വൈഫറി കോളേജ് സ്ഥാപിക്കാൻ പാർലമെന്റിൽ നിർദ്ദേശം. രാജ്യത്ത് നഴ്സുമാരുടെയും മെഡിക്കൽ പ്രവർത്തകരുടെയും ആവശ്യം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ സ്വദേശികൾക്ക് ഈ രംഗത്ത് പരിശീലനം നൽകുവാനാണ് കോളേജ് ഓഫ് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി സ്ഥാപിക്കാൻ നിർദ്ദേശം മുന്നോട്ട് വച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ യുവാവ് ബഹ്റൈനിൽ മരിച്ച നിലയിൽ. നെല്ലനാട് സ്വദേശി അജിത് കുമാറിനെയാണ് അംവാജിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബഹ്റൈൻ എയർപോർട്ടിലെ ജീവനക്കാരനായിരുന്നു. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. വാർത്തയിലേക്ക് വീണ്ടും. മക്ക മദീന ഹറമുകളിലെത്തുന്ന വിശ്വാസികളുടെ എണ്ണത്തിൽ വർധനവ്. 5 കോടിയിലേറെ തീർത്ഥാടകരാണ് കഴിഞ്ഞ മാസം ഇരു ഹറമുകളിലുമായി എത്തിയത്. റബിയുൽ ആഖിറിലാണ് തീർത്ഥാടക പ്രവാഹം. മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീനയിലെ പ്രവാചക പള്ളിയിലും റബീഉൽ അവ്വൽ മാസത്തിന് ശേഷവും വിശ്വാസികളുടെ എണ്ണത്തിൽ വർധനവ്. കഴിഞ്ഞ മാസം മാത്രം എത്തിയത് 5,45,00,000-ലേറെ വിശ്വാസികളാണ്. റബീഉൽ അവ്വൽ മാസത്തിലാണ് റെക്കോർഡ് വർധനവ്. മസ്ജിദുൽ നബവിയിൽ മാത്രം 2,11,00,000-ലേറെ വിശ്വാസികളെത്തി. റൗള ഷരീഫിൽ സന്ദർശിച്ചത് 20 ലക്ഷം പേരാണ്. അതേസമയം ഉംറയ്ക്കെത്തുന്ന തീർത്ഥാടകരിലും വർധനവുണ്ടായി. സീസൺ തുടങ്ങിയതു മുതൽ 1,11,00,000 തീർത്ഥാടകർ ഉംറ നിർവഹിച്ചു.
മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ 1.7 കോടി പേരും ഈ മാസത്തിൽ പ്രാർത്ഥനയ്ക്കെത്തിയതായും ഇരുഹറംകാരി വിഭാഗം അറിയിച്ചു. ഇരുഹറമുകളിലെയും പ്രധാന പ്രവേശന കവാടങ്ങളിലുള്ള സെൻസർ സംവിധാനങ്ങളോടെയാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും സന്ദർശകർക്കുള്ള സേവനങ്ങൾ നിരീക്ഷിക്കുന്നതിനും സെൻസറുകൾ സഹായിക്കുന്നു. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ബഹ്റൈന്റെ തലസ്ഥാന നഗരിയിൽ പ്രത്യേക ഫുഡ് ട്രക്ക് സോൺ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം. ക്യാപിറ്റൽ ട്രസ്റ്റേഴ്സ് ബോർഡാണ് കഴിഞ്ഞ ദിവസം പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. പ്രത്യേകം ക്രമീകരിച്ച സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങളായ വൈദ്യുതിക്കും വെള്ളത്തിനും സാനിറ്ററി സൗകര്യങ്ങൾക്കും സംവിധാനങ്ങൾ ഒരുക്കി ഫുഡ് ട്രക്കുകൾക്കുള്ള ലൈസൻസിംഗ് പ്രക്രിയ ഏകീകരിക്കാനും കേന്ദ്രീകൃത സംവിധാനങ്ങൾ ഒരുക്കുവാനുമാണ് അധികൃതരുടെ പദ്ധതി. മാലിന്യ സംസ്കരണത്തിനും പ്രത്യേക സൗകര്യമൊരുക്കും. ഫുഡ് ട്രക്ക് ബഹ്റൈൻ എന്ന പേരിൽ ഫുഡ് ട്രക്കുകൾക്കായുള്ള സോൺ ഒരുക്കാനുള്ള പദ്ധതി പൊതുമേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും പങ്കാളിത്തത്തോടെയാണ് നടപ്പിലാക്കുക. ദുബായിലെ ലാസ്റ്റ് എക്സിറ്റ് പോലുള്ള മാതൃകകളിൽ നിന്നാണ് പദ്ധതിക്കുള്ള പ്രചോദനം. ഇരിപ്പിടങ്ങൾ, ലൈറ്റിംഗ്, അലങ്കാരങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, ശുചീകരണം എന്നിവക്കും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കും. സോൺ കേന്ദ്രീകരിച്ചുള്ള ഇവന്റുകളുടെ നടത്തിപ്പിനും മേൽനോട്ടത്തിനും പദ്ധതിയിൽ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. റീസൈക്ലിംഗിനായി സ്മാർട്ട് ബിന്നുകളും സ്ഥാപിക്കും. CCTV നിരീക്ഷണവും സിവിൽ ഡിഫൻസുമായി സഹകരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങളും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കും. മീഡിയ 1, ബഹ്റൈൻ. ഖത്തറിലെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപ വീഡിയോ പങ്കുവച്ച സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ പ്രിവെന്റീവ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റാണ് ഇവരെ വലയിലാക്കിയത്. അധിക്ഷേപ വീഡിയോ വൈറലായതിനു പിന്നാലെയായിരുന്നു അധികൃതരുടെ ഇടപെടൽ. ഇത്തരത്തിലുള്ള നടപടികൾ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചിറങ്ങുന്നവരെ കൊള്ളയടിക്കുന്ന സംഘത്തിലെ 2 പേർ ഫുജൈറയിൽ അറസ്റ്റിലായി. പ്രതികൾ UAE-യുടെ മറ്റ് എമിറേറ്റുകളിലും സമാനമായ തട്ടിപ്പ് നടത്തിയ കേസുകളിൽ പോലീസ് അന്വേഷിക്കുന്നവരെന്നാണ് സൂചന. ബാങ്കിൽ നിന്ന് 1,90,000 ദർഹം പിൻവലിച്ച് പുറത്തിറങ്ങിയ വനിതയെ കൊള്ളയടിച്ച കേസിലാണ് ഈ 2 പേർ അറസ്റ്റിലായത്. സംഘത്തിലെ ഒരാൾ ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ച് കാറിൽ കയറുന്നവരെ സമീപിച്ച് വാഹനത്തിന്റെ ടയറിന് എന്തോ കുഴപ്പമുണ്ടെന്ന് അറിയിക്കും. ഇത് പരിശോധിക്കാനായി ഉപഭോക്താവ് പുറത്തിറങ്ങുന്ന സമയം മറ്റൊരാൾ എതിർവശത്തെ ഡോർ വഴി കാറിൽ നിന്ന് പണമടങ്ങിയ ബാഗ് തട്ടിയെടുക്കുന്നതാണ് ഇവരുടെ രീതി. കൃത്യം നടന്ന് 3 മണിക്കൂറിനകം ഷാർജ പോലീസിന്റെ സഹകരണത്തോടെ ഇവരെ പിടികൂടാനായതായി ഫുജൈറ പോലീസ് പറഞ്ഞു. മീഡിയ 1, ഫുജൈറ. കായിക മത്സരങ്ങളിൽ തിളങ്ങിയ മലയാളി പ്രവാസി യുവാവ് സർക്കാരിന്റെയും സ്പോർട്സ് അധികൃതരുടെയും കരുണ കാത്തിരിക്കുന്നു. സംസ്ഥാന ദേശീയ കായികമേളയിൽ 100ഓളം മെഡലുകളും ട്രോഫികളും സ്വന്തമാക്കിയ കാളികാവ് അഞ്ചുചവടി സ്വദേശിയായ അബ്ദുൾ സമദാണ് ഇപ്പോഴും പ്രതീക്ഷയോടെ മറ്റൊരു തുടക്കത്തിനായി കാത്തിരിക്കുന്നത്. മത്സരങ്ങളെന്നും അബ്ദുൾ സമദിന് ആഘോഷമായിരുന്നു. 2007 ആദ്യമായി ട്രാക്കിൽ കാൽവച്ച സമദ് പിന്നീടുള്ള വർഷങ്ങളിൽ വാരിക്കൂട്ടിയത് സംസ്ഥാനതല മത്സരങ്ങളിൽ സ്വർണമടക്കം 48 മെഡലുകളും ദേശീയ തലത്തിൽ 28 മെഡലുകളുമാണ്. കായിക ജീവിതമാണ് സമദിന്റെ ലോകം. 2007 മുതൽ തുടർച്ചയായിട്ട് സംസ്ഥാന സ്കൂൾ കായികമേളയിലും ദേശീയ സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുകയും എല്ലാ ഈ പങ്കെടുത്ത ഇനത്തിലൊക്കെ മെഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ജൂനിയർ നാഷണൽ, യൂത്ത് നാഷണൽസ്, ഫെഡറേഷൻ കപ്പ് അങ്ങനെ നിരവധി മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ജൂനിയർ നാഷണൽ മീറ്റിൽ 2009 വാറങ്കലിൽ വെച്ച് നടന്ന ജൂനിയർ നാഷണൽ മീറ്റിൽ നാഷണൽ റെക്കോർഡ് അണ്ടർ-40 വിഭാഗത്തിൽ നാഷണൽ റെക്കോർഡ് കരസ്ഥമാക്കി. സോൺ നാഷണൽ മീറ്റിൽ അണ്ടർ മീറ്ററിൽ റെക്കോർഡ് കരസ്ഥമാക്കി. ജീവിക്കാനായി നാട്ടിൽ ജോലി ലഭിക്കാത്തതിനാൽ കുവൈത്തിലേക്ക് തൊഴിൽ തേടിയെത്തിയ സമദ് സ്പോർട്സ് മേഖലയിൽ സജീവമാകാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്വപ്നങ്ങൾ മങ്ങിയിരിക്കുന്നു. മികച്ച ഫോമിൽ നിൽക്കുന്ന സമയത്ത് ഇടവേളയില്ലാതെ വന്ന പരിക്കുകളാണ് സമദിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായത്. പരിക്കുകൾ മാറിയ ശേഷം നിരവധി ട്രയലുകളിൽ വിജയിച്ചെങ്കിലും ഭാഗ്യം കടാക്ഷിച്ചില്ല. തന്റെ കൂടെ ഓടിയവരിൽ പലരും ഇന്ന് രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുമ്പോൾ സമദ് അതേ ട്രാക്കിന്റെ വക്കിൽ നിന്ന് നിശബ്ദനായി നോക്കുകയാണ്. ജീവിതമൊരിക്കൽ മുഴുവൻ ഓട്ടമായിരുന്ന ആ യുവാവിന് ഇന്ന് ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വമാണ് മുന്നിൽ. വർഷമായിട്ടാണ് ഞാൻ പ്രവാസ ജീവിതത്തിലാണ്. എനിക്ക് നാട്ടിലേക്ക് വരാൻ വളരെയധികം ആഗ്രഹമുണ്ട്. നാട്ടിലേക്ക് വരാനും അതിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ജോലി തന്നെയാണല്ലോ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ജോലി നൽകുകയാണെങ്കിൽ സ്പോർട്സിൽ സജീവമാകാനും നാടിനൊക്കെ സ്പോർട്സ് മേഖലയിൽ നിരവധി സംഭാവന അർപ്പിക്കാനൊക്കെ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും സർക്കാരിന്റെയും സ്പോർട്സ് അധികൃതരുടെയും പിന്തുണ ലഭിച്ചാൽ വീണ്ടും സ്പോർട്സിൽ തിരിച്ചുവരാനായേക്കുമെന്ന പ്രതീക്ഷയിലാണ് അഞ്ചംവടി സ്വദേശിയായ മുഹമ്മദ് അലി മൈമൂന ദമ്പതികളുടെ മകൻ അബ്ദുൾ സമദ്. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ്. വാർത്തയിലേക്ക്. ദുബായിൽ KMCC കാസർഗോഡ് ജില്ലാ സമിതി ഒരുക്കിയ ഹല കാസർഗോഡ് മേളയിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ.
ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിൽ രാത്രി വരെ നീണ്ട പ്രവാസി സംഗമം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നിരവധി മുൻനിര രാഷ്ട്രീയ നേതാക്കൾ അണിനിരന്ന ഹല കാസർഗോഡ് വേദിയിൽ 3 അവാർഡുകൾ വിതരണം ചെയ്തു. സാമൂഹിക പ്രവർത്തകൻ ഖാദർ തിരുവത്തിന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ലെഗസി ലെജൻഡ് അവാർഡ് സമ്മാനിച്ചു. ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീന് യൂണിറ്റി അംബാസഡർ അവാർഡും യഹിയ തളങ്കരയ്ക്ക് ഹ്യൂമാനിറ്റി ക്രൗൺ അവാർഡും സാദിഖ് അലി തങ്ങൾ കൈമാറി. MA യൂസഫ് അലി മുഖ്യ പ്രഭാഷണം നടത്തി. MP-മാരായ ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, MLA-മാരായ PK കുഞ്ഞാലിക്കുട്ടി, NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, ലീഗ് നേതാക്കളായ PMA സലാം, കല്ലട്ര മാഹിൻ ഹാജി, A അബ്ദുറഹ്മാൻ, PM മുനീർ ഹാജി, KMCC നേതാക്കളായ പുത്തൂർ റഹ്മാൻ, നിസാർ തളങ്കര, ഡോക്ടർ അൻവർ അമീൻ തുടങ്ങിയവർ സംസാരിച്ചു. മേളയിൽ മാജിക് ഷോ, ഗെയിമുകൾ, മെഹന്തി ഫെസ്റ്റ്, ഒപ്പന, കോൽക്കളി എന്നിവയ്ക്കൊപ്പം കണ്ണൂർ ഷെരീഫിന്റെ ഇശൽ വിരുന്നും ഒരുക്കിയിരുന്നു. മീഡിയ 1 ദുബായ്. UAE-യിലെ നിലമ്പൂർ പ്രവാസി അസോസിയേഷൻ അജ്മാനിൽ മെഗാ പാട്ടുത്സവം സംഘടിപ്പിച്ചു. ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ഷഫീഖ് കരുളായി അധ്യക്ഷത വഹിച്ചു. കാരാടൻ സുലൈമാൻ മുഖ്യാതിഥിയായിരുന്നു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഷൈനി ബിനു, തസ്നീം മുഹമ്മദ്, ഫസറുൽ ആബിദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മസ്കറ്റിലെത്തിയ കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചെലേരിക്കും സെക്രട്ടറി മഹമ്മൂദ് അള്ളാംകുളത്തിനും സ്വീകരണം നൽകി. KMCC ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ സ്നേഹോപഹാരം മുഹമ്മദ് കുഞ്ഞി ചുഴലി, മിസ്ഹബ് ഇരിക്കൂർ എന്നിവർ കൈമാറി. റഫീഖ് ശ്രീകണ്ഠാപുരം, PAV അബൂബക്കർ, സാദിഖ് അടൂർ, അഷ്റഫ് കിണവക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു.